വീട്ടിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കാൻ ഈ 8 കാര്യങ്ങൾ ചെയ്തു നോക്കൂ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അനാവശ്യ കടബാധ്യതകളിൽ പെടാതിരിക്കാനും അധ്വാനിച്ച് സമ്പാദിക്കുന്ന സമ്പത്ത് നിലനിർത്താനും അധിക ചെലവുകൾ വന്ന് പെടാതിരിക്കാനും സാധിക്കുകയുള്ളൂ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ 8 കാര്യങ്ങൾ ചെയ്തു നോക്കൂ. ആദ്യത്തേത്, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. മാറാല പിടിക്കാൻ പാടില്ല. സന്ധ്യയ്ക്ക് മുന്നേ വീടും പരിസരവും തൂത്തുവാരി തളിക്കണമെന്നാണ് ചിട്ട. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. രണ്ടാമത്തേത്, നിലവിളക്ക് കൊളുത്തുക. നിത്യവും 2 അല്ലെങ്കിൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തണം. വിളക്ക് കൊളുത്തുമ്പോഴും അണയ്ക്കുമ്പോഴും ഭഗവത് സ്മരണയോടെയാവണം ചെയ്യേണ്ടത്. ദേവി വിഷ്ണു നാമങ്ങളെല്ലാം ജപിക്കുന്നത് വളരെ നല്ലതാണ്. കരിന്തിരി കത്തുക. കെട്ട തിരി തന്നെ കരിന്തിരി കത്തിയ തിരി വീണ്ടും കത്തിക്കുക. വിളക്കിനേക്കാൾ ഉയരത്തിൽ ഇരിക്കുക. ഇവയൊന്നും ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, സന്ധ്യയ്ക്ക് ഉറക്കം, ഭക്ഷണം കഴിക്കുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇവയൊന്നും പാടുള്ളതല്ല. നാലാമത്തെ കാര്യം, അടുക്കളയുടെ ശുചിത്വമാണ്. അന്നപൂർണേശ്വരിയായ ലക്ഷ്മി ദേവി അടുക്കളയിലാണ് വസിക്കുന്നത്. പാത്രങ്ങൾ അലക്ഷ്യമായി ഇടാതെ അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അഞ്ചാമത്തെ കാര്യം, സ്ത്രീകളെ ബഹുമാനിക്കുക. വീടുകളിലെ സ്ത്രീകളെ ലക്ഷ്മിയായി കണ്ട് ബഹുമാനിക്കുക. കുടുംബത്തിൽ വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യം, ശാന്തമായ വിഗ്രഹങ്ങൾ. പൂജാമുറിയിൽ നിൽക്കുന്ന ഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ ഒഴിവാക്കി താമരപ്പൂവിൽ ഇരിക്കുന്ന ശാന്തമായ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം സൂക്ഷിക്കുക. ഇത് വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. ഏഴാമത്തെ കാര്യം, ധനസ്ഥാനമാണ്. പണവും ആഭരണങ്ങളും സൂക്ഷിക്കുന്ന വീട്ടിലെ അലമാര തെക്കു പടിഞ്ഞാറേ മൂലയിൽ വെച്ച് വടക്കോട്ട് ദർശനമായി വെക്കുക. ഇത് പ്രധാനമാണ്. എട്ടാമത്തെ കാര്യം, ലക്ഷ്മി നാമജപമാണ്. ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നിടത്ത് ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കും. വിഷ്ണു ലക്ഷ്മി നാമങ്ങൾ നിത്യവും ജപിക്കുക. ലക്ഷ്മി നാരായണ മൂലമന്ത്രം ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കാൻ ജപിക്കുന്ന ഏറ്റവും ലളിതവും ശക്തവുമായ മന്ത്രമാണ് ലക്ഷ്മി നാരായണ മൂലമന്ത്രം. ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമ. ഇത്രയും ലളിതമായ ഈ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. കൂടാതെ മഹാലക്ഷ്മി ബീജമന്ത്രം, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അതിവേഗം ലഭിക്കാൻ സഹായിക്കുന്ന മഹാലക്ഷ്മി ബീജമന്ത്രം ഏറ്റവും ലളിതമാണ്. മന്ത്രം ഇതാണ്: ഓം ശ്രീം നമ. ഓം ശ്രീം നമ. ഈ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. അപ്പോൾ ലക്ഷ്മി ദേവി വീട്ടിൽ സ്ഥിരമായി വസിക്കാൻ സഹായിക്കുന്ന 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഏവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.